ഹനുമാനും സുവർജലയും തമ്മിലുള്ള ദിവ്യമായ ഐക്യം അചഞ്ചലമായ ഭക്തിയുടെ ശക്തിയെയും അത് നൽകുന്ന അനുഗ്രഹങ്ങളെയും ഉദാഹരണമാക്കുന്നു. എന്നാൽ പോലും ഹനുമാന്റെ പ്രധാന പ്രതിച്ഛായയായ ബ്രഹ്മചര്യത്തിന്റെയും ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തിയുടെയും ഒന്നായതിനാൽ ഈ കഥകൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ബ്രഹ്മചാര്യത്തോടുള്ള ഹനുമാന്റെ പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ മൂലക്കല്ലാണ്. ശ്രീരാമനോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി ജീവിത ലക്ഷ്യത്തിന്റെ കേന്ദ്രമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിച്ചു. വ്യക്തിപരമായ ആഗ്രഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഭാരമില്ലാതെ ശ്രീരാമനോടുള്ള തന്റെ സേവനത്തിലും ഭക്തിയിലും ഏക മനസ്സോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബ്രഹ്മചര്യം അദ്ദേഹത്തെ അനുവദിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. വിവാഹിതനും ഭാര്യത്വമുള്ളതുമായ ഹനുമാന്റെ ആഖ്യാനത്തിലെ സിദ്ധാന്തം ബ്രഹ്മചാരിയായ ഒരു ഭക്തൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാധാരണ ചിത്രീകരണങ്ങൾക്ക് വിരുദ്ധമാണ്. ഭഗവാൻ ഹനുമാന്റെ വൈവാഹിക നില നമുക്കൊരു പ്രഹേളികയാണ്. പൊതുസമ്മതി അദ്ദേഹത്തിന്റെ ആജീവനാന്ത ബ്രഹ്മചര്യത്തിനാണെങ്കിലും മറ്റുള്ള ചിലർ സുവർജലയുമായുള്ള